ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. മുമ്പോട്ടുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ നാം ധ്യാനിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ശിഥിലമാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം അസൂയയും സ്വാർത്ഥതയും. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ ശക്തിയുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ഇടയിൽ അസൂയയും സ്വാർത്ഥതയും നിലനിൽക്കുന്നത്. യാക്കോബ് 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനഭാഗമാണ് ഈ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വേണമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ കടുത്ത അസൂയ പോലും വരാം. കുടുംബാംഗങ്ങൾക്ക് പരസ്പരം കടുത്ത അസൂയ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ പേരിൽ അസൂയ വളർന്നു വരാം. അത് കടുത്ത അസൂയായിട്ട് മാറാം. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എവിടെ സ്വാർത്ഥതയും അസൂയയും ഉണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും മുളയെടുക്കും. അത് നമ്മുടെ കുടുംബത്തിലാണേലും പ്രാർത്ഥനാ ഗ്രൂപ്പിലാണേലും നമ്മുടെ ഇടവകയിലാണേലും അസൂയയ്ക്കും സ്വാർത്ഥതയ്ക്കും അവിടെ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും മുളയെടുക്കും, എല്ലാവിധ ക്രമക്കേടുകളും അവിടെ ഉയർന്നു വരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 3 തരം അപകടകാരികളായിട്ടുള്ള അസൂയയെക്കുറിച്ചാണ്. സാധാരണ അസൂയ എല്ലാവർക്കും ഉണ്ടാകാം. എന്നെക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിൽ മറ്റൊരാൾ ജീവിക്കുന്നത് കാണുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അസൂയയുടേതായ ചിന്തകൾ വരാം. പക്ഷെ നമുക്ക് അപകടകാരികളാകുന്ന 3 തരം അസൂയയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതിലൊന്നാമത്തേതാണ് കടുത്ത അസൂയ. നമ്മൾ കണ്ടു, യാക്കോബ് 3-ാം അധ്യായം 14 മുതലുള്ള വചനം അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. കടുത്ത അസൂയ. നിങ്ങളിൽ ചിലരിൽ കാണുന്നത് കടുത്ത അസൂയയാണ് എന്ന് വചനം തന്നെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമതൊന്നാണ് ഹീനമായ അസൂയ. ഇത് നമ്മൾ കാണുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 23-ാമത്തെ വചനത്തിലാണ്. ഹീനമായ അസൂയ. ഈ അസൂയ ഉള്ളിടത്ത് ജ്ഞാനത്തിന് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ പറയുന്നുണ്ട്. ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം ആഗ്രഹിക്കുന്നവര് ഹീനമായ അസൂയയിൽ നിന്നും മോചിതരാകണം. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതാണ് പൈശാചികമായ അസൂയ. 1 സാമുവേൽ 18-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ സാവൂളിനെ പിടികൂടിയത് ഈ പൈശാചികമായ അസൂയാണ്. അതുകൊണ്ട് തന്നെ ദാവീദിനെ കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത, അത് വെച്ച് 2 പ്രാവശ്യം ദാവീദിനെ ഭിത്തിയിൽ ചേർത്ത് വെച്ച് കുത്തിക്കൊല്ലാൻ ഓടിച്ചെന്നവനാണ് സാവൂള്. ആണ് പ്രിയപ്പെട്ടവരെ, ഈ പൈശാചികമായ അസൂയ നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രവർത്തികളിലേക്ക് പോലും നാം നയിക്കപ്പെട്ടെന്ന് വരും. അസൂയ അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. സുഭാഷിതങ്ങൾ 14-30 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കും. ഉത്തമഗീതം 8-6 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. പറയുന്നുണ്ട്, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നാശം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഉൽപ്പത്തി 37-11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിലെ ജോസഫിനോട് സഹോദരങ്ങൾക്കുണ്ടായത് അസൂയ. ഇനി അതുമൂലം സംഭവിച്ച കാര്യങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മത്തായി 27-18 വായിക്കുമ്പോൾ യേശുവിനെ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു പറ്റം ആൾക്കാരെ പ്രേരിപ്പിച്ചത് അസൂയയാണ്. അസൂയ മൂലമാണ് അത് ചെയ്തത് എന്ന് പീലാത്തോസിന് പോലും മനസ്സിലായിരുന്നു. പ്രഭാഷകൻ 30-24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അസൂയ, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആയുസ് പോലും വെട്ടിച്ചുരുക്കും എന്ന യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യമാണ് സ്വാർത്ഥത. അസൂയയെക്കുറിച്ച് നമ്മൾ കണ്ടതുപോലെ നമ്മളെല്ലാവരും സ്വാർത്ഥമതികളാണ്. സ്വാർത്ഥതയുടെ ഒരു അംശം എല്ലാവരിലും ഉണ്ടാകാം. പക്ഷേ ഈ സ്വാർത്ഥത വളർന്ന് ഇത് കടുത്ത സ്വാർത്ഥതയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാം. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം,
ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, ദമ്പതിമാരെ നശിപ്പിക്കുന്ന സംഹാരദൂതനാണ് സ്വാർത്ഥത. പറയുന്നുണ്ട്, കുടുംബാംഗങ്ങൾ സ്വാർത്ഥതയിൽ വളരുന്നതനുസരിച്ച് ആ കുടുംബം ശിഥിലമാകും, മറ്റു കുടുംബാംഗങ്ങൾക്ക് അവർ ഭാരമായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം. മത്തായി 16:24 പറഞ്ഞിട്ടുണ്ട്, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവർക്കാണ് അവൻ്റെ ശിഷ്യനാകാൻ സാധിക്കുന്നത്. സ്വാർത്ഥമതികൾക്ക് അത് ചെയ്യുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഹീനമായ സ്വാർത്ഥതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് 2 സാമുവേൽ 11 അവിടെ നമ്മൾ കാണുന്നു, ദാവീദിന് ഭാര്യമാരുണ്ടായിരുന്നു, എന്നിട്ടും അവൻ ഉറിയായുടെ ഭാര്യ ബത്ശിബയെ പ്രാപിക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ പ്രാപിച്ച ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ഹീനമായ സ്വാർത്ഥതയാണ് അവിടെ വെളിപ്പെട്ടത്. കടുത്ത സ്വാർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 9 വായിച്ചാൽ മതി. അബിമേലെക്ക് രാജാവാകാൻ അവൻ്റെ തന്നെ കുടുംബത്തിലുള്ള 70 പേരെ ഒരേ കല്ലിൽ വെച്ച് വധിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. പൈശാചികമായിട്ടുള്ള സ്വാർത്ഥത. യെശയ്യായുടെ പുസ്തകം 14 12 മുതൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. മാലാഖ പോലും തൻ്റെ സ്വാർത്ഥത മൂലം അവസാനം പിശാചായി തീർന്ന ഒരു രംഗം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കുടുംബ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് കുറ്റബോധത്തിൽ കഴിയുന്നവരുടെ മോചനം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.